ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വിജയാസ് വേൾഡിലേക്ക് സ്വാഗതം. ഞാനിന്ന് തയ്യാറാക്കാൻ പോകുന്നത് പഴംപൊരിയും ബീഫ് കറിയുമാണ്. അപ്പോൾ നമുക്ക് ബീഫ് ആദ്യം തന്നെ തയ്യാറാക്കാം. ഞാനത് കുക്കറിലാണ് തയ്യാറാക്കുന്നത്. അപ്പം നമ്മൾ ഒരു 400 ഗ്രാം ബീഫ് എടുത്തിട്ടുണ്ട്. ഒരു 4 മീഡിയം സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട്. 2 ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് കരിവേപ്പില. അപ്പോൾ നമുക്ക് ഇത് പാത്രം അടുപ്പത്ത് വെച്ച്, ഞാൻ കുക്കറിലാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ അടുപ്പ് കത്തിച്ച് പാത്രം എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കുക്കർ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. ആവശ്യത്തിന് ഓരോരുത്തർ ആവശ്യം അനുസരിച്ച് ഒഴിച്ചു. 1/2 ടീസ്പൂണ് കടുക് ഇട്ട് കൊടുക്കുകയാണ് ഞാൻ. നമ്മൾ കടുക് പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കറിവേപ്പില ഇട്ട് കൊടുക്കാം. നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. സവാള നന്നായിട്ട് വാടിക്കിട്ടാൻ ഉപ്പും ആദ്യം തന്നെ ഇട്ട് കൊടുക്കണം. സവാള ഏകദേശം നന്നായിട്ട് പകുതി വേവായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ വെളുത്തുള്ളി ഇഞ്ചിയും ചതച്ചതാണ് നമുക്ക് ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. 1.5 ടീസ്പൂൺ ഗരം മസാല ഇടുന്നുണ്ട്. ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നു. ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. പഴംപൊരി ആയതുകൊണ്ട് അധികം എരിവ് വേണ്ട, അതുകൊണ്ട് 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കും. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ബീഫ് നമുക്ക് ഇട്ട് കൊടുക്കാം. തിളപ്പിച്ച ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാം. കുക്കറൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. നമുക്ക് ഇത് ഒരു 6 വിസിൽ കേട്ടാൽ മതി, നമ്മളെ ബീഫ് കറി റെഡിയാവും. അപ്പോൾ നമ്മൾ കുട്ടികൾക്ക് പെട്ടെന്ന് 4 മണിക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് തയ്യാറാക്കി കൊടുക്കണമെങ്കിൽ പെട്ടെന്ന് കുക്കറിൽ തയ്യാറാക്കിയാൽ 6 വിസിൽ കൊണ്ട് നമ്മളെ ബീഫ് കറി റെഡിയാവും. പിന്നെ പഴംപൊരി ചൂടോടെ പൊരിച്ച് കൊടുക്കാം. നമുക്ക് എല്ലാവരും ട്രൈ ചെയ്യണത്. അപ്പോൾ നമ്മുടെ ബീഫ് റെഡി ആയിട്ടുണ്ട്. 6 വിസിൽ കേട്ട് ഞാൻ നിർത്തുകയാണ്. സ്റ്റൗ ഓഫാക്കട്ടെ. നമ്മുടെ ബീഫിൻ്റെ കറി റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ബീഫ് കറി റെഡി ആയിട്ടുണ്ട്. നല്ല പരുവത്തിന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. റെഡി ആയിട്ടുണ്ട്. നമുക്കിനി അടുത്ത പഴംപൊരി റെഡിയാക്കാൻ നോക്കാം. അപ്പോൾ നമ്മൾ മൈദാമാവ് എടുത്തിട്ടുണ്ട്. 1 സ്പൂണ് പഞ്ചസാര ചേർത്തിട്ടുണ്ട്. അല്പം ഫുഡ് കളർ ചേർത്തിട്ടുണ്ട്. ഇതിൽ മാവിലാണ് ഇതെല്ലാം ചേർത്തത്. അപ്പോൾ നമുക്ക് ഇനി ബീഫ് കറി റെഡി ആയിട്ടുണ്ട്. പഴംപൊരിയും കൂടെ നമുക്ക് റെഡിയാക്കി എടുക്കാം. നമുക്ക് പഴംപൊരി തയ്യാറാക്കാനുള്ള ഒരു പാത്രം അടുപ്പത്ത് വെച്ച് കൊടുക്കാം. ഇതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. പഴം ഇതിലിട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ പഴംപൊരി റെഡി ആയിട്ടാണ്. നമുക്കത് ഒരു പ്ലേറ്റിലോട്ട് നോക്കി ബാക്കിയും കൂടെ നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പം നമുക്ക് പഴംപൊരി റെഡി ആയിട്ടുണ്ട്. നമ്മുടെ പഴംപൊരിയും ബീഫ് കറി റെഡി. അപ്പം നമ്മുടെ ഇന്നത്തെ പഴംപൊരിയും ബീഫ് കറിയും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നന്ദി, നമസ്കാരം.